സെറ്റ് അടിപൊളി. നമ്മുടെ അടുപ്പ് കത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇളക്കടോടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? നമുക്ക് നല്ല 2 അയലമീൻ, നല്ല ഫ്രഷ് അയലമീൻ കിട്ടിയിട്ടുണ്ട്, നല്ല പച്ച അയലമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഇന്ന് പൊള്ളിച്ചെടുക്കാം. കുറച്ച് വെറൈറ്റിയിൽ ഇന്ന് നമ്മൾ മീൻകറി ഫ്രൈ ഒക്കെ കഴിക്കുന്ന നേരം നമുക്കിന്ന് പൊള്ളിക്കാൻ. ബാക്കിലെല്ലാം ഫുൾ സെറ്റായിട്ടുണ്ട്. നമ്മളിന്നൊരു ഔട്ട്ഡോർ കുക്കിംഗ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ഫസ്റ്റ് നമുക്ക് ഈ 2 അയലക്കുട്ടന്മാരെ ഒന്ന് മസാലയിൽ പൊതിഞ്ഞെടുക്കണം. അതാണ് ഫസ്റ്റത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊടി ഐറ്റങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്. ഇനി ഇതെല്ലാം നമുക്ക് അയലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ ഓയിലക്കുട്ടന്മാരെ ഞങ്ങളത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിതേ അടിപൊളിയായിട്ട് തേച്ചൊക്കെ പിടിച്ച് നല്ല മസാലയിൽ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ നമ്മൾ അയൽക്കുട്ടന്മാരാക്കിയിട്ടുണ്ട്. അകത്തൊക്കെ തേച്ച് കൊടുക്കണേ. അപ്പോഴേ നല്ല കിടില ടേസ്റ്റിൽ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അടുപ്പ് കത്തിക്കണം. അതിൽ നമ്മൾ മൺചട്ടി വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കി എടുക്കണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. ജസ്റ്റ് വെണ്ടിൽ ഒരു അടുപ്പ് തയ്യാറാക്കി എടുത്തു. മൺചട്ടിയൊക്കെ വെച്ച് ഇനി നമുക്കിത് കത്തിക്കാം. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് നമുക്കിന്ന് സീനാവുമെന്ന് തോന്നുന്നു. നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം. വിജയകരമായി കത്തിപ്പിടിച്ചേ. മഞ്ഞടിയാണ് കത്തിപ്പിടിക്കച്ച് പാടാണ് കാറ്റ്. നമുക്ക് ട്രൈ നമ്മുടെ അടുപ്പ് കത്തിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലെ വെള്ളമൊക്കെ പോട്ടെ. നമ്മൾ മീൻ വെക്കുന്ന ചട്ടിയാണ്, മീൻ ചട്ടി. അയ്യോ ഭയങ്കര കാറ്റ്. നമുക്ക് എണ്ണ വെത്തി കൊടുക്കാം. തീയൊക്കെ പുറത്തൊക്കെ വന്ന് കത്തടേ സീനാടേ. നമുക്ക് എണ്ണ വെത്തി കൊടുക്കാവേ. ഇച്ചിരി വെള്ളമുണ്ട്, പുട്ടത്തെറിക്കും. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തീയൊക്കെ പുറത്തിടന്നൊക്കെ കത്തണം. നമ്മളെ മേളിലേ ചീലാന്തി അല്ലേ കാണിച്ചോടുത്ത ചെമ്പരത്തി. നമ്മളെ മേളിൽ ചെമ്പരത്തിയാണ്. ഇലയൊക്കെ പറന്ന് വീഴുന്നുണ്ട്. എന്തെങ്കിലും വേണം. നമുക്ക് എണ്ണ വീട്ടിൽ കൊടുക്കാം. നമ്മൾ മസാലയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ. അയ്യോ തവി എടുത്തില്ലടേ. അപ്പോൾ തവി എടുത്തിട്ട് വരാം. ജസ്റ്റ് വെയിറ്റ്. അപ്പോൾ അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ മൂത്ത മണം വന്നുകൊണ്ട് നല്ല അടിപൊളി മണം. ഏകദേശം മൂത്ത് തുടങ്ങി, നല്ല ഗോൾഡൻ കളറായി തുടങ്ങി. നമുക്ക് എന്തിടാം? സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് വഴറ്റാം. നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു വൈബ് തന്നെ. നമുക്കിങ്ങനെ നല്ല വൈബ് ചിൽ മൂഡിൽ നല്ല ചൂടൊക്കെ കൊണ്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇടുമ്പം തന്നെ എല്ലാവരും പറയും പെട്ടെന്ന് ബ്രൗൺ കളറാകാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്താൽ മതി, അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്നൊക്കെ പറയാം. അങ്ങനെ ചെയ്യരുത്. നമുക്ക് കുറച്ച് അതൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കിടിലായിട്ടത് ഓക്കെ ആവും കേട്ടോ. ചെറിയ ടിപ്പ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത് മല്ലിപ്പൊടിയാണ്, സോറി, ഇത് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, പൊട്ടിക്കുന്ന സമയത്ത് ചേർക്കാം. എനിക്കെന്തോ കടുകിൻ്റെ അടുത്ത് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കടോടെ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ട് കുറച്ചിങ്ങനെ വഴറ്റണം. എല്ലാവർക്കും അറിയാമെന്നുള്ള റെസിപ്പിയാണ്, എന്നാലും ഇരിക്കട്ടെ നമ്മുടെ വകുപ്പ്. ഓക്കെ, ഈ നട്ടുച്ച വെയിലത്ത് നമ്മുടെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുന്നു. കരിവേപ്പില കിട്ടിയില്ല, ക്ഷാമമാണ്. ഒരു കൊണ്ട മരം തീർന്ന നിൽപ്പുണ്ട്, പക്ഷേ കയറി പറിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഒരു തടിയൻ മരം ഇവിടെ നിൽപ്പുണ്ട്, പക്ഷേ അതിൻ്റെ ഏറ്റവും കൊമ്പത്താണ് കരിവേപ്പില മൊത്തം. നമുക്ക് പറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യും?
എന്തിനു പറയേ കൊമ്പത്താണ്. തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണേ, ഒരു തക്കാളി ഇട്ടു. തക്കാളി ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, എല്ലാം നമ്മൾ വഴറ്റി ഏകദേശം ഒന്ന് സെറ്റായി വരാറായി. നല്ല വഴണ്ട് നോക്കി. അപ്പോൾ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിച്ചിരി ഉടയണം. തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്ക് അരപ്പുകൾ ഇട്ട് കൊടുക്കാം. മസാല ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നിങ്ങളെ കൈയളവനുസരിച്ച് എടുത്തോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോ. അളവൊന്നും ഞാൻ പറയുന്നില്ല. മുളക്, മല്ലി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലെടുത്തോ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ എരിവിട്ടോ, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അതനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കമോൺ. മുളക് പൊടി നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ടിടാം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല, പിന്നെ കുരുമുളക്. അരപ്പിന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതായത് നല്ല എണ്ണ ഇങ്ങനെ നമുക്ക് മേളിൽ തെളിഞ്ഞ് വരണം. ഈ അരപ്പും ഉള്ളിയും എല്ലാം കൂടി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ ഇളക്കി എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മുടെ സംഭവം മസാല റെഡിയാവും. അപ്പോൾ പകുതി പരിപാടി കഴിയും. മസാല റെഡി ആയിട്ടാണ്. നമുക്കിനി അത് ഇറക്കിയിട്ട് മീൻ ഫ്രൈ ചെയ്യാം. കേട്ടോ, നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ആയി. ഇത് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് ഇത് റെഡി. ഇനി നമുക്കിത് ഇറക്കാം. ചട്ടി തന്നെ ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. വേറൊന്നും കൊണ്ടല്ല, പാത്രം കഴുകാൻ വയ്യ, അത് എന്ന കാര്യം. ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. തലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന അയലക്കുട്ടന്മാരുങ്ങ, ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി അവന്മാർ നമുക്ക് ഒരു ഏകദേശം ഫുൾ ഫ്രൈ അല്ല, ഒരു ഷാലോ അല്ല, അത്യാവശ്യം വേഗണം എന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കമോൺ. ഒരുവിധം മറിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായി നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് ഇനി അടുത്ത സൈഡ് കൂടി ഫ്രൈ ആയി വരണം. അയ്യോ നല്ല വെയിൽ. അയ്യോ നമ്മളെ തല പൊട്ടിപ്പോയേ. രണ്ട് തലയും നമ്മൾ ഛേദിച്ചിരിക്കുന്നു. സീനില്ല, പക്ഷെ കഷ്ണങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എവനെ അങ്ങ് എടുക്കാം. പക്ഷേ തല പിഞ്ചു പോയി, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവൻ്റെയും തല ഇട്ട് പോയിട്ടുണ്ട്, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വാട്ടിയെടുക്കാം. വാഴയില നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ വാട്ടിയെടുക്കാം. അപ്പം നമ്മൾ കെട്ടുമ്പോഴേക്കും അത് പൊട്ടിപ്പോവാതെ അതിൽ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്നു. വാഴയിലയിൽ പൊതിഞ്ഞെടുക്കാം. അപ്പം സെറ്റ് ചെയ്യാം. ബെഡ് പോലെ പകുതി ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മേളിലിടാനുള്ളതാണ്, ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പകുതി സെറ്റ് ചെയ്യുക. ഇതിൻ്റെ പുറത്തിന് മീൻ നമുക്ക് കിടത്തി കൊടുക്കാം. കിടത്തി കൊടുത്തു. ഇനി ഈ മസാല ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ബെഡായിട്ടൊന്ന് അടുക്കി കൊടുക്കാം. ഇട്ട് കൊടുക്കാം, കരിവേപ്പില വെച്ച് കൊടുക്കാം, തക്കാളി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇനി ഇവനൊന്ന് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ അതെ, ഇനി നമുക്ക് കവർ ചെയ്താലോ. ഒക്കെ എടുത്ത് ഒരുവിധം ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കവർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷെ നമ്മൾ ഏകദേശം ഒക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചട്ടിയിലോട്ടിട്ട്
പൊള്ളിച്ചെടുക്കാം. ചട്ടിയിൽ വെച്ചു. ഇനി അത് പൊള്ളട്ടെ. അവിടെ ഇടും. കെട്ടാൻ പറ്റണ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിയാൽ മതി. നമ്മളെങ്ങനെയായാലും കെട്ടി അത് ഫോൾഡ് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. സംഭവം ഏകദേശം റെഡി ആവാറായി. അതായത് നമ്മുടെ അയല പൊള്ളിച്ചത് റെഡി ആവാറായി. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളിത്തിരി കാര്യം പറയാം. പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ. പൊള്ളിച്ച സംഭവം റെഡിയായി. നമ്മൾ ഇലയിലൊക്കെ തുറന്നെടുത്തിട്ടുണ്ട്. ദേ നല്ല മണം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അരപ്പൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫ്ലഷ് എടുക്കാം. സെറ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മളെ ഒരു കല്ലിൻ്റെ അടുത്ത് വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുകയാണ്. അടിപൊളി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. അടിപൊളി.